ഡോക്ടറുടെ കൊലപാതകം, വിദ്യാർത്ഥി മാർച്ച് തെരുവ് യുദ്ധമായി. പശ്ചിമ ബംഗാളിൽ ബി ബന്ദ്. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ പീഡനത്തിനിരയായി മരിച്ച സംഭവത്തിൽ ബി നടത്തുന്ന 12 മണിക്കൂർ ബന്ദ് കൊൽക്കത്ത നഗരത്തിലടക്കം ബംഗാളിൽ ജനജീവിതത്തെ ബാധിച്ചു. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് ബന്ദ്. മെഡിക്കൽ കോളേജ് സംഭവത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ പോലീസ് സ്വീകരിച്ച കടുത്ത നടപടിയിൽ പ്രതിഷേധിക്കാനാണ് ബി ഇന്ന് ബന്ദ് ആചരിച്ചത്. ബി നേതാവിന്റെ വാഹനം ആക്രമിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായിരുന്നു. നോർത്ത് 24 പർഗനാസ് ജില്ലയിലാണ് ബി നേതാവ് പ്രിയാങ്കു പാണ്ഡെയുടെ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. അക്രമികൾ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണെന്നും 5000-ലേറെ പേർ സംഘത്തിലുണ്ടെന്നും പ്രിയാങ്കു പാണ്ഡെ പറഞ്ഞു. 7 റൌണ്ട് വെടിവെക്കുകയും വാഹനത്തിന് നേരെ ബോംബെറിയുകയും ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ സമയം പോലീസ് ഉദ്യോഗസ്ഥരടക്കം നോക്കി നിന്നുവെന്നും ബി ആരോപിച്ചു. കഴിഞ്ഞ ദിവസം പ്രതിഷേധക്കാർ സംസ്ഥാനത്ത് നടത്തിയ സമരം ശക്തമായ രീതിയിലാണ് പോലീസ് പ്രതിരോധിച്ചത്. പൌറയിലെ സത്രഗച്ചിൽ പോലീസ് ഇവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. കണ്ണീർ വാതകവും വിദ്യാർത്ഥികൾക്ക് നേരെ ഉപയോഗിച്ചിരുന്നു. ബി ബന്ദ് പരാജയപ്പെടുത്താൻ ജനം പുറത്തിറങ്ങണമെന്ന് തൃണമൂൽ നേതാക്കൾ ആഹ്വാനം ചെയ്തു. ബി പ്രസിഡന്റ് സുഗന്ധ മജുംദാറിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് പോലീസ് തടഞ്ഞതോടെയാണ് കഴിഞ്ഞ ദിവസം 12 മണിക്കൂർ ബന്ദ് ബി പ്രഖ്യാപിച്ചത്. അതേസമയം ഡോക്ടർ ബലാത്സംഗത്തിനിരയായി മരിച്ച സംഭവത്തിൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിന്റെ അടുത്ത അനുയായിയും പോലീസ് സബ് ഇൻസ്പെക്ടറുമായ അനൂപ് ദത്തയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാനൊരുങ്ങി സിബിഐ. അനൂപ് ദത്തയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ അനുമതി തേടി സിബിഐ കൊൽക്കത്ത കോടതിയെ സമീപിച്ചിട്ടുണ്ട്.